ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മു എന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് കേട്ടോ. നമുക്ക് കഥ കേൾക്കാം. അമ്മുവിനെ നിങ്ങൾക്കറിയാമോ? അമ്മുവിന് 10 വയസ്സാണ്. എപ്പോഴും ചിരിച്ച മുഖവുമായി ഓടി നടക്കുന്ന ഒരു പെൺകുട്ടിയാണവൾ. ഒരു ദിവസം പതിവ് പോലെ തൊടിയിൽ കളിക്കാനിറങ്ങിയതാണ് അവൾ. അപ്പോഴാണ് പരിക്കുപറ്റി പറക്കാൻ കഴിയാതെ താഴെയിരിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ അവൾ കണ്ടത്. അവൾ അതിനെ കയ്യിലേക്കെടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. അവളുടെ പിറകിലായി ആ കുഞ്ഞിൻ്റെ അമ്മ പക്ഷി പറക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ അമ്മു അപകടപ്പെടുത്തിയാലോ എന്നോർത്തായിരിക്കണം ആ പക്ഷി കൊത്താനായി അമ്മുവിൻ്റെ പുറകെ പറന്നെത്തിയത്. അമ്മു അപ്പോൾ തന്നെ പക്ഷിക്കുഞ്ഞിനെയും കൊണ്ട് ഓടി വീട്ടിലെത്തി. അവൾ അതിനെ കൊഞ്ചിച്ചു, അതിനോട് സംസാരിച്ചു. "നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതാണ് എൻ്റെ വീട്, നമുക്ക് അകത്തേക്ക് പോകാം." അങ്ങനെ അമ്മു ആ പക്ഷിക്കുഞ്ഞിന് ഒരു പേരിട്ടു, ചിന്നു. അവൾ ചിന്നുവിന് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കൊടുത്തു. ചൂട് കിട്ടാനായി കുറച്ച് വൈക്കോൽ വെച്ച് ചിന്നുവിനെ അതിൽ ഇരുത്തി. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അവൾ ചിന്നുവിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ചിന്നു കുറച്ചൊക്കെ ഉഷാറായി തുടങ്ങി. അമ്മു സംസാരിക്കുമ്പോഴൊക്കെ ചിന്നു ശബ്ദമുണ്ടാക്കും, എന്തോ മനസ്സിലാവുന്നുണ്ടെന്ന മട്ടിൽ. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളെ പോലെയാണിപ്പോൾ. ചിന്നു കുറച്ചുകൂടി വളർന്നു. അവൾ പറക്കാൻ തുടങ്ങി. അവൾ അമ്മുവിനെ നോക്കി പല ശബ്ദങ്ങൾ ഉണ്ടാക്കും. അമ്മു അവളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഒരു ദിവസം അവൾ ചിന്നുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനാലയുടെ പുറത്തായി ഒരു പക്ഷി പറക്കുന്നത് അവൾ കണ്ടു. ചിന്നു പല ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ പക്ഷിയും ശബ്ദം ഉണ്ടാക്കും. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, അത് ചിന്നുവിൻ്റെ അമ്മയാണെന്ന്. ഇപ്പോൾ ചിന്നു പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവളെ അവളുടെ അമ്മയുടെ കൂടെ പറത്തിവിടാം. എത്ര സ്നേഹമുണ്ടെങ്കിലും താൻ അമ്മയ്ക്ക് പകരമാവില്ലല്ലോ. തനിക്ക് ഒരു ദിവസം പോലും അമ്മയെ പിരിഞ്ഞ് ഇരിക്കാനാവില്ല. അതുപോലെയല്ലേ ചിന്നുവും? അങ്ങനെ അമ്മു ചിന്നുവിനെ പുറത്തു കൊണ്ടുപോയി അവളുടെ അമ്മയുടെ അടുത്തേക്ക് പറത്തിവിട്ടു. അവൾ പറന്നു പോകുന്നത് അമ്മു സന്തോഷത്തോടെ നോക്കി നിന്നു. ഇതാണ് നിസ്വാർത്ഥമായ സ്നേഹം. ഒന്നും പ്രതീക്ഷിക്കാതെ അമ്മു ചിന്നുവിനെ വളർത്തി. വേണമെങ്കിൽ അവൾക്ക് ചിന്നുവിനെ കൂട്ടിലടയ്ക്കാമായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്തില്ല. അമ്മുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങൾ പറയണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.